കുവൈറ്റിലെ മൻഗഫിൽ ബുധനാഴ്ച രാവിലെ ഉണ്ടായ തീപിടുത്തത്തിൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് 31 പേരാണ്. ഇതിൽ ഒരു മലയാളി അടക്കം 5 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ചികിത്സയിലുള്ളത്. കൂടുതൽ പേർ ചികിത്സയിൽ ഉണ്ടായിരുന്നുവെങ്കിലും നിസാര പരിക്കേറ്റവർ വെള്ളിയാഴ്ച ആശുപത്രി വിട്ടു. വിവരങ്ങൾ നൽകാൻ കുവൈത്തിൽ നിന്ന് സലീം കോട്ടയിൽ ചേരുന്നുണ്ട്. സലീം, നിലവിൽ എത്ര പേർ ആശുപത്രിയിൽ കഴിയുന്നുണ്ട്? ഏതൊക്കെ ആശുപത്രികളിലാണ് ഇവർ ചികിത്സയിൽ കഴിയുന്നത്? ആരോഗ്യസ്ഥിതി എന്താണ്? രേഷ്മ, നിലവിൽ ആശുപത്രിയിൽ 31 പേരാണ് ചികിത്സയിലുള്ളത്. ഇതിൽ 14 പേർ മലയാളികളാണ്. രാജ്യത്തെ പ്രധാന ആശുപത്രികളായ അദാൻ, മുബാറക്കൽ കബീർ, ജഹറ, ഫർവാനിയ, ജാബർ ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലാണ് പരിക്കേറ്റവർ ചികിത്സയിൽ കഴിയുന്നത്. ഒരു മലയാളി അടക്കം 5 പേർ ICUവിൽ ചികിത്സയിലാണ്. നേരത്തെ കൂടുതൽ പേർ ചികിത്സയിൽ ഉണ്ടായിരുന്നുവെങ്കിലും നിസാര പരിക്കേറ്റവർ ഇന്ന് തന്നെ ആശുപത്രിയിൽ നിന്ന് മടങ്ങിയിരുന്നു. അദാൻ ആശുപത്രിയിൽ 5 മലയാളികളടക്കം 18 പേരും, മുബാറക് ആശുപത്രിയിൽ 5 മലയാളികളടക്കം 7 പേരും, ജഹറയിൽ 2 മലയാളികളും, ഫർവാനിയ ആശുപത്രിയിൽ 1 മലയാളിയും, ജാബർ ആശുപത്രിയിൽ 1 മലയാളിയടക്കം 3 പേരുമാണ് നിലവിൽ ചികിത്സയിലുള്ളത്. രാജ്യത്തെ നിരവധി സാമൂഹിക സാംസ്കാരിക സംഘടനകളും ഇൻഫോക് പോലുള്ള നഴ്സുമാരുടെ സംഘവും എല്ലാ സഹായവുമായി ആശുപത്രികളുണ്ട്. അതോടൊപ്പം കമ്പനി പ്രതിനിധികളും സഹായത്തിനെത്തുന്നുണ്ട്. നിലവിൽ എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. കുവൈറ്റ് ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മികച്ച ചികിത്സയാണ് എല്ലാവർക്കും നൽകുന്നത്. രേഷ്മ. ശരി സലീം.